കഴിവുള്ളവരെ അംഗീകരിക്കുന്ന കാര്യത്തിൽ പൊതുവെ മടി കാണിക്കുന്ന വിഭാഗക്കാരാണ് മലയാളികൾ. എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും അതിനൊരു പോരായ്മ കണ്ടെത്താൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തൊട്ടടുത്ത അയൽവാസിയെ മുതൽ അംബാനിയെ വരെ കുറ്റം പറയാൻ യാതൊരു മടിയും കാണിക്കാറുമില്ല. അതിന് പല പല ഉദാഹരണങ്ങൾ കാണാനും സാധിക്കുന്നുണ്ട്. ഇപ്പോഴിതാ മലയാളത്തിന്റെ സ്വന്തം ഗാനഗന്ധർവൻ KJ യേശുദാസ് ജനുവരി 10-ന് 84-ാം പിറന്നാൾ ആഘോഷിച്ചപ്പോൾ അദ്ദേഹത്തെയും കുറ്റം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ മോശം കമന്റുകൾ ഇട്ട് ചില മഹാന്മാരായ മലയാളികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഭൂരിഭാഗം ആളുകളും പിറന്നാൾ ആശംസകൾ അറിയിച്ചാണ് കമന്റ് ഇട്ടത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില തൽപര കക്ഷികൾ തലപൊക്കി വന്നത്. ആശംസകൾ അറിയിക്കേണ്ട, എന്നാലും നല്ലൊരു ദിവസമായിട്ട് മോശം വാക്കുകൾ പറയാതിരിക്കാമായിരുന്നു എന്ന് ചില ആരാധകർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിത്വം നോക്കാതെ കഴിവിനെ അംഗീകരിക്കാനുള്ള മനസ്സാണ് വേണ്ടത്. ഇത്രയും പ്രഗത്ഭനായ വ്യക്തിയെ മോശം വാക്കുകൾ പറയുന്നത് ലജ്ജാവഹമാണ്. തന്റെ ശ്രുതിമധുരമായ ശബ്ദത്തിനും വികാരങ്ങളുമായി ഈണങ്ങൾ ഇഴചേർക്കാനുള്ള കഴിവിനും പേരുകേട്ട ഗായകൻ തന്റെ പ്രസിദ്ധമായ കരിയറിൽ 50,000-ത്തിലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. മലയാളി കേട്ടിട്ടും മടുക്കാത്ത ഒരു ശബ്ദത്തിന്റെ പേരാണ് യേശുദാസ്. മറിച്ച് പേര് പറയാൻ കഴിയാത്ത വിധം പതിറ്റാണ്ടുകളായി മലയാളികളുടെ സ്വന്തമാണ് ഈ പാട്ടുകാരൻ. ഗാനഗന്ധർവൻ എന്ന് മലയാളി ഒരാളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അതാണ് ഈ പാട്ടുകാരന്റെ സവിശേഷത. കേട്ടാണ് മലയാളി മനസ്സിൽ ഈ ശബ്ദം ചേർന്ന് കിടന്നത്. യേശുദാസിന്റെ പാട്ടില്ലാതെ മലയാളിക്ക് ഒരു ദിവസം ഉണ്ടാകില്ല. 1961 നവംബർ 14-നാണ് കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്കായി 21 വയസ്സുകാരനായ യേശുദാസിന്റെ സ്വരം ചെന്നൈയിലെ ഭരണി സ്റ്റുഡിയോയിൽ ആദ്യമായി റെക്കോർഡ് ചെയ്തത്. രാമൻ നമ്പിയത്ത് നിർമ്മിച്ച KS ആന്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾക്ക് വേണ്ടി സംഗീതമൊരുക്കി യേശുദാസിനെ ആദ്യം പാടിച്ചാണ് MB ശ്രീനിവാസനായിരുന്നു. തുടർന്നാണ് ഈ സംഗീത യുഗം ആരംഭിക്കുന്നത്. ആസാമീസ്, കാശ്മീരി, കൊങ്കണി എന്നിവയിലൊഴികെ എല്ലാ പ്രധാന ഭാഷകളിലും ഇദ്ദേഹം പാടി. ചലച്ചിത്ര സംഗീത ലോകത്തു മാത്രമല്ല കർണാടക സംഗീത രംഗത്തും ഈ പ്രതിഭ സാധ്യമറിയിച്ചിട്ടുണ്ട്. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയെന്ന ബഹുമതിയും സ്വന്തമാക്കി. കേരളത്തിനു പുറമെ കർണാടക, ബംഗാൾ സംസ്ഥാനങ്ങളുടെയും മികച്ച പിന്നണി ഗായകനുള്ള അവാർഡുകളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മലയാളത്തിനൊപ്പം കർണാടക സംഗീതത്തിനും ഇദ്ദേഹം നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്.